PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ CPM CPI തർക്കം ഒത്തുതീർന്നു. വിഷയം പഠിക്കാൻ 7-അംഗ മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ഉപസമിതിയിൽ കെ രാജനും പി പ്രസാദും അംഗങ്ങളാണ്. റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും പദ്ധതിയെക്കുറിച്ച് ഒട്ടേറെ ആശങ്കകളും പരാതികളും ഉയർന്നുവന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ക്രെഡിറ്റ് എടുക്കാൻ CPI ഇല്ലെന്നും ഇടതുപക്ഷ ആശയത്തിന്റെയും മുന്നണിയുടെയും വിജയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിൻ്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണ്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എങ്ങനെയാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത്? ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്റ്റാൻഡ്, ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ എങ്ങനെയാണ് ബിനോയ് വിശ്വം അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് പാർട്ടികൾ വിലയിരുത്തുന്നത്? ധന്യ, ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും സമവായ ചർച്ചകൾക്കും ശേഷമാണ് ഒടുവിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ, PM ശ്രീ പദ്ധതി വിഷയത്തിൽ പിന്നോട്ട് പോകാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. CPI സംബന്ധിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു. അതിൽ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പാടില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നത് തന്നെയായിരുന്നു. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. കാരണം അതിന്റെ MOU എന്ന് പറയുന്നത് അങ്ങനെയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യം പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ഉയർന്ന വിവാദങ്ങളും ആശങ്കകളും കണക്കിലെടുത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പറഞ്ഞത്. അത് മാത്രമല്ല, ഇക്കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി ഒരു 7-അംഗ സമിതിയെ, മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ച വിവരം ഇന്നലെ തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആ ഉപസമിതി തീരുമാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിന്റെ തുടർ ചർച്ചകളിലൊക്കെ തട്ടിയായിരുന്നു കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇക്കാര്യത്തിലൊരു തീരുമാനമാവാതെ മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ 7-അംഗ സമിതിയിൽ 2 മന്ത്രിമാർ CPIയുടേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായിട്ടുള്ള 7-അംഗ സമിതിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. കെ രാജൻ, പി പ്രസാദ്, റോഷി അഗസ്റ്റിൻ, പി രാജീവ്, AK ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവരാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നവരെ സംസ്ഥാനത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഒരു കത്തായി കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. അതായത് ഇതിന്റെ തുടർ നടപടികൾ, തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സമിതിയുടെ റിപ്പോർട്ട് കിട്ടുന്നവരെ അത് മരവിപ്പിക്കാൻ വിശദാംശങ്ങൾ നൽകിയത്.